അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവസാനമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സഹപ്രവർത്തകർ, സിനിമാ രംഗത്തെ പ്രവർത്തകർ, അതോടൊപ്പം മലയാള സിനിമയിലെയും രാഷ്ട്രീയ രംഗത്തെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. പറവൂർ ബോയ്സ് ഹൈസ്കൂളിൽ തുടങ്ങി മഹാരാജാസിലൂടെ വളർന്ന് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ ഒരു അഭിനയ വഴിയാണ് അദ്ദേഹത്തിൻ്റേത്. മികച്ച നടൻ, കഥാകൃത്ത്, ഹാസ്യതാരം, സഹനടൻ തുടങ്ങി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയാണ്. കൈവച്ച മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മലയാളം ഉള്ളിടത്തോളം, മലയാളി ഉള്ളിടത്തോളം, കേരളക്കര ഉള്ളിടത്തോളം, നമ്മൾ ഓരോരുത്തരും ഉള്ളിടത്തോളം ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ നമുക്ക് ബാക്കി വെച്ചുകൊണ്ട്, ഒരുപാട് ചിരി നമുക്ക് സമ്മാനിച്ചുകൊണ്ട്, നമ്മളെല്ലാം കരയിപ്പിച്ച, നമ്മളെല്ലാം വേദനിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പോലും നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു വരികയാണ്. സംഭവബഹുലമായിരുന്നു സലീം കുമാർ എന്ന നടൻ്റെ സിനിമയും ജീവിതവും. കൊച്ചിയിൽ തന്നെ കയർ ബിസിനസ്സായിരുന്നു സലീമിൻ്റെ അച്ഛൻ ഗംഗാധരൻ. അച്ഛൻ്റെ മരണശേഷം അമ്മ കയറു പിരിച്ചാണ് അദ്ദേഹത്തെ വളർത്തിയത്. വലിയ ബുദ്ധിമുട്ടേറിയ ബാല്യമായിരുന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമാ നടനാകണം എന്ന് പലപ്പോഴും കുഞ്ഞുനാളിൽ പലരോടും പറയുന്ന സമയത്ത് ആകെ എന്നെ പിന്തുണച്ചത് എൻ്റെ അമ്മ മാത്രമാണ്. മറ്റെല്ലാവരും തന്നെ കളിയാക്കിയിട്ടേ ഉള്ളൂ, തൻ്റെ രൂപം പറഞ്ഞുകൊണ്ട് തന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പിന്നീട് ഒരു സിനിമാ താരമാവുക മാത്രമല്ല, അത് സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടുന്ന, ദേശീയ തലത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നടനായി മാറുന്നൊരു വ്യക്തിയായി അദ്ദേഹം മാറി. അദ്ദേഹം ആ തന്നെ അപമാനിച്ച, കളിയാക്കിയ ആളുകൾക്കെല്ലാമുള്ള മറുപടി കൊടുക്കുന്നത് കൂടിയായിരുന്നു സലീം കുമാർ എന്ന മഹാനായ നടൻ്റെ ജീവിതം. പറവൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഷെൽട്ടർ എന്ന നാടകത്തിലൂടെയാണ് സലീം കുമാർ ആദ്യമായി ഒരു നടനായി മാറുന്നത്. പിന്നീട് അഭിനയം തന്നെ അദ്ദേഹം ജീവിതമാക്കി മാറ്റുകയായിരുന്നു. മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് ഏഷ്യാനെറ്റിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്. നടൻ നാദിർ ഷാ സംവിധായകൻ സിദ്ദീഖിനോട് സലീമിനെക്കുറിച്ച് പറയുകയായിരുന്നു. ഇതെല്ലാം അദ്ദേഹം തന്നെ എഴുതുകയും അദ്ദേഹത്തിൻ്റെ ആത്മകഥാ വിഷമുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുകയും അതോടൊപ്പം ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം പറയുകയും പല സ്റ്റേജ് പരിപാടികളിൽ അദ്ദേഹം നാട്ടുകാരോട് വലിയ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറയുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെ അങ്ങനെ സലീം കുമാർ എന്ന സിനിമാ നടൻ 1996 ജനിക്കുകയായിരുന്നു. കല്യാണ പിറ്റേന്നാണ് സലീം കുമാറിനെ സിനിമയിൽ എടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. വിരുന്നിന് വരണമെന്ന് ക്ഷണിച്ചവരോടൊക്കെ അദ്ദേഹം മറുപടി പറയുമായിരുന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ വരാം. അതായത് കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം അത്തരത്തിലൊരു വിളി വരുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും പോവുകയും അഭിനയിക്കുകയും അങ്ങനെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുകയായിരുന്നു. തെങ്കാശിപ്പട്ടണം എന്നുള്ള ചിത്രം, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തിളക്കം, ചതിക്കാത്ത ചന്തു, പാണ്ടിപ്പട, മഴത്തുള്ളിക്കിലുക്കം, CID മൂസ, മീശമാധവൻ, മായാവി തുടങ്ങിയ അനേകം ചിത്രങ്ങളിലൂടെ സലീം കുമാറിൻ്റെ കോമഡി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ചേക്കേറി. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സലീം കുമാറിന് പകരം വെക്കാൻ ഇന്ന് മറ്റേതെങ്കിലും ഒരു താരം മലയാള സിനിമയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ ഹാസ്യതാരങ്ങൾ ഒട്ടും വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ സലീം കുമാറിനോളം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ ഒരു കോമഡി രംഗം അവതരിപ്പിക്കുകയും കാലാകാലം നമ്മുടെ മനസ്സിൽ അത് ഓർമ്മ നിൽക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ ഉള്ളിൽ അത് ചേക്കേറുന്ന തരത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും അറിയാതെങ്കിലും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഒരു ഹാസ്യതാരം എന്നതിനേക്കാൾ ഉപരി ഒരു മികച്ച നടനായി മാറിയെന്ന്. പക്ഷേ ഒരു ഹാസ്യം അവതരിപ്പിച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം. ഒരു ഹാസ്യനടനായി മാറുക എന്നുള്ളതാണ് ഏറ്റവും കഷ്ടപ്പാടുള്ളൊരു കാര്യം. മലയാളത്തിൻ്റെ മഹാനടന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തനതായ ശൈലിയിൽ വേണമെങ്കിൽ അഭിനയിക്കാം, പക്ഷേ ഒരു ഹാസ്യം, ഒരു തമാശരംഗം അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് വലിയ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അത് സലീം കുമാറിനെ പോലുള്ള മഹാനടന്മാർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ തമാശരംഗങ്ങൾ കണ്ട് നമ്മൾ വെറുത്തു പോയിട്ടില്ല, അല്ലെങ്കിൽ ആവർത്തന വിരസതയുണ്ട് എന്ന് തോന്നിയിട്ടില്ല. ഓരോ സിനിമയിലും ഒരു പുതുമ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചെറിയ ഭാവവ്യത്യാസങ്ങൾ, ചെറിയ ചില വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ശരീരപ്രകൃതി കൊണ്ട് അദ്ദേഹം അഭിനയിച്ച തനതായ ചില മുഹൂർത്തങ്ങൾ, ഇതെല്ലാം എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോഴും മീമുകളിലും ട്രോളുകളിലും ഈ ജെൻസി കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ട്രോൾ ഇമേജുകൾ വെച്ചിട്ടാണ് വലിയ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയക്കുന്നത്. അതായത് മലയാളി ഉള്ളിടത്തോളം എന്ന ഒട്ടും അതിശയോക്തിയില്ല നമുക്ക് പറയാം. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ സിനിമാ ഡയലോഗുകൾ, അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. മണവാളിനും പ്യാരിയും ഡാൻസ് മാസ്റ്റർ വിക്രവുമെല്ലാം നമ്മുടെ നിത്യജീവിതത്തിലെ പോലെ ഡയലോഗുകളായി മാറിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ ഡയലോഗെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസമെങ്കിലും ഒരു മലയാളിക്കുണ്ടോ എന്ന് സംശയമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ തന്നെ അദ്ദേഹത്തിൻ്റെ എത്ര സിനിമാ ഡയലോഗുകൾ നമ്മുടെ മനസ്സിൽ മിന്നിമറിഞ്ഞ് പോയിട്ടുണ്ട്, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. സലീം കുമാർ എന്ന അഭിനയ പ്രതിഭാസം കോമഡിയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് പെരുമഴക്കാലത്തിലൂടെ, അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെയൊക്കെ നമ്മളെ അദ്ദേഹം അഭിനയിച്ച് അതിശയിപ്പിച്ചു. സലീം കുമാറിലെ അഭിനേതാവിനെ ആദ്യമായി തുറന്നു കാട്ടിയ ഒരു ചിത്രങ്ങളായിരുന്നു ഇവ. അതായത് സീരിയസ് റോളിൽ അതിനു മുമ്പ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോമഡി കൈകാര്യം ചെയ്യാനുള്ള അസാധ്യമായ മെയ്വഴക്കത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ
പിന്നീട് വേറിട്ട പാതയിലൂടെ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച ദേശീയ നടനുള്ള പുരസ്കാരത്തിലേക്ക് സലീം കുമാർ എത്തുകയായിരുന്നു. ജെയ്സൺ ചാമോളപ്പിലേക്ക് ഒരിക്കൽ കൂടി പോവാം. ജെയ്സൺ ഇതാ ആളുകൾ ഒഴുകി എത്തുകയാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇനി സലീം കുമാർ ഇല്ലാത്ത ഒരു കാലമാണ് ഇത്. കേരളത്തിന്, മലയാള സിനിമയ്ക്ക്, രാഷ്ട്രീയത്തിന്, നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്, നമ്മുടെ സാമൂഹ്യ മേഖലയ്ക്ക്, അതിലുപരി കൊച്ചിക്ക്, പറവൂരിന്, ലാഫിംഗ് വില്ല എന്ന വീടിന് ഇനിയിപ്പോൾ സലീം കുമാർ എന്നൊരു വ്യക്തി ഇല്ല, നമ്മുടെ കൂടെ ഇല്ല എന്ന് വിഷമത്തോടു കൂടിയാണെങ്കിലും അംഗീകരിക്കേണ്ടി വരും. ജെയ്സൺ ഷിയാസ്, തീർച്ചയായും അതീവ വേദനാജനകമായ ഒരു നിമിഷങ്ങൾക്കുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജെയ്സനാണ് വിവരങ്ങൾ നൽകുന്നത്. എല്ലാവരുടെയും മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന വേദനയിലുണ്ട് സലീം കുമാർ എന്ന വ്യക്തി. അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. മിമിക്രി രംഗത്തെ പ്രകടനങ്ങളുടെ ഒരു തുടർച്ചയാണ് സിനിമയിലെ കോമഡി രംഗങ്ങൾ. അദ്ദേഹം മിമിക്രിക്കാരനായാണ് തുടങ്ങിയത്. കലാഭവനിലൂടെയാണ് ജീവിതം തുടങ്ങിയത്. പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു. 3 പതിറ്റാണ്ടാണ്. 1996 തുടങ്ങി, ഇന്നിപ്പോൾ 2026. 3 പതിറ്റാണ്ട് കൊണ്ട് 350ഓളം ചിത്രങ്ങൾ. എണ്ണി നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരുപാട് ചിത്രങ്ങൾ. മിമിക്രി രംഗങ്ങൾ അവതരിപ്പിച്ച് കൈയ്യടി നേടുന്നവർ കോമഡി നടന്മാരായി ജീവിച്ച് മരിക്കുന്ന മലയാള സിനിമയിൽ ഒരു സ്ഥിരം പാറ്റേണിലുള്ള അഭിനയ മാതൃകകളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രം, അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം, സലീം കുമാർ അസാധ്യ പ്രകടനമാണ് ആ ചിത്രങ്ങളിലൊക്കെ നടത്തിയത്. സലീം കുമാറിൻ്റെ കരിയറിലെ തന്നെ നിർണായക വഴിത്തിരിവായിരുന്നു ഈ ചിത്രങ്ങൾ. ഒരു സാധാരണ പിതാവിൻ്റെ വേദന, നിസ്സഹായാവസ്ഥയൊക്കെ അത്രയും സ്വാഭാവികമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് കണ്ട് നമ്മളെല്ലാവരും കണ്ണുനീർ വാർത്തു, നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അതിനു മുൻപ് ഇത്തരത്തിൽ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ ഒരു സീരിയസ് റോളിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കോമഡി റോളുകളിലൂടെ മാത്രമാണ് അദ്ദേഹത്തെ കണ്ട് രസിച്ച് ചിരിച്ച് ആസ്വദിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സീരിയസ് റോളിലേക്ക് വന്നപ്പോൾ അതും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഹജ്ജിന് പോവുക എന്നതിനു വേണ്ടി ഏറ്റവും പുണ്യമായി കണക്കാക്കിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുന്ന അബുവിൻ്റെയും ഭാര്യ ഐഷുമ്മയുടെയും കഥ, ആദാമിൻ്റെ മകൻ അബു എന്ന കഥാപാത്രം അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കഥാപാത്രത്തെ ഇത്രയേറെ പക്വതയോടുകൂടി ഉൾക്കൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ അചഞ്ചലമായ വിശ്വാസത്തെ, പരിശ്രമങ്ങളെയൊക്കെ ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലാൽ ജോസിൻ്റെ അച്ഛനുറങ്ങാത്ത വീട് പുറത്തിറങ്ങി. അപ്പോൾ അതിനു മുൻപ് കഥാപാത്രങ്ങളെല്ലാം കോമഡി കഥാപാത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ തമാശ നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയധികം വലിയൊരു അഭിനയ ചാരുത പല തലത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് കേരളക്കര തിരിച്ചറിയുന്നത്. അങ്ങനെ സലീം കുമാർ നമ്മളെ വിട്ട് പോവുകയാണ്. എല്ലാവരും ഏറെ വേദനയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിതിൻ സേവ്യർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയും സലീം കുമാറുമായി നേരിട്ട് വ്യക്തിപരമായ ബന്ധം ഉള്ള ആളുകളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മിക്കവരും. കാരണം അവരുടെ നാട്ടുകാരെന്ന് പറയുന്ന പറവൂരുകാരെന്ന് പറയുന്നത് പറവൂരിൻ്റെ സ്വന്തം സലീമേട്ടൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. അതായത് എൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു പോയി, ഇനി അദ്ദേഹം നമുക്കിടയിലേക്ക് തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ലാഫിംഗ് വില്ലയിൽ ആ തുറന്ന് കിടക്കുന്ന ആ ഒരു ഗേറ്റിനകത്തേക്ക് നോക്കിയാൽ പൂമുഖത്ത് ചിരിച്ചിരിക്കുന്ന സലീം കുമാറിൻ്റെ മുഖം ഇനി കാണാൻ കഴിയില്ല എന്നുള്ള വേദന ഓരോ പറവൂരുകാരനെയും ഓരോ കൊച്ചിക്കാരനെയും വേദനിപ്പിക്കുന്നുണ്ടാവും അല്ലേ നിതിൻ? തീർച്ചയായും ഷിയാസ്, അതായത് അദ്ദേഹം ഇവരോടൊക്കെ എങ്ങനെയായിരുന്നുവോ എന്നതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് ഇവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനാവും. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്ന സങ്കടക്കടൽ, അത് അദ്ദേഹം ഇവരോട് കാണിച്ച സ്നേഹം, ഇവരോട് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ മറുപടിയാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു വിയോഗമല്ല അദ്ദേഹത്തിന് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ഇത്ര വേഗം കടന്നു പോകും, പ്രത്യേകിച്ച് 56-ാം വയസ്സിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റിൽ അദ്ദേഹം ഇത്തരത്തിൽ കടന്നു പോകുമെന്ന് ഇവരാരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യം, അത് അവർ അംഗീകരിക്കണം. പക്ഷേ അത് തീർച്ചയായും അവർക്ക് വളരെയധികം സങ്കടമുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ പറവൂരുകാർക്ക് അദ്ദേഹം വീട്ടിലുള്ളപ്പോഴൊക്കെ ഇവരൊക്കെ ഈ വീടിൻ്റെ മുറ്റത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ ഇതുവഴി പോകുന്നവർക്കൊക്കെ അദ്ദേഹത്തെ കയറി കാണാം, അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹവുമായി സ്നേഹവും പങ്കിടാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വളരെ സാധാരണക്കാരനായി ജീവിച്ചൊരാളാണ്. ഒരു നടന് നേടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പരമാവധി നേടിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ പെരുമാറിയിരുന്ന സാധാരണക്കാരനായി ജീവിച്ച് താനൊരു കൃഷിക്കാരനാണെന്നും പരിസ്ഥിതി സ്നേഹിയാണെന്നും മിമിക്രിക്കാരനാണെന്നും ഒക്കെ തുറന്നു പറഞ്ഞിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ വിയോഗം അത് ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും ഇവർക്ക് അത്ര പെട്ടെന്ന് അത് അംഗീകരിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ആ യാഥാർത്ഥ്യം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ഈ 56-ാം വയസ്സിൽ അദ്ദേഹം വിട്ടുപോകുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ
സിനിമകൾ നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതാണ്. അതായത് മലയാളികൾ ഒരു ജീവിതത്തിൽ ഒരു തവണ പോലും അദ്ദേഹം സിനിമകളിലൂടെ പറഞ്ഞ സംഭാഷണ കലശങ്ങളിൽ ഒരെണ്ണം പോലും പറയാതെ ഒരിക്കലും വിട്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇതിലേക്ക് തിരിച്ചെത്താം. ജെയ്സൺ ചാമോളപ്പിൽ ജെയ്സൺ ചേട്ടനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജെയ്സൺ അപ്പോൾ 2024 ഒക്ടോബർ 10 തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അന്ന് സലീം കുമാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അദ്ദേഹം അതിൽ കുറിച്ചിരുന്നത് ഇങ്ങനെയാണ്: ജീവിതമെന്ന മഹാസാഗരത്തിൻ്റെ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എൻ്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് ഇന്ന് ഞാൻ പ്രവേശിക്കുകയാണ്. ആയുസിൻ്റെ സൂര്യനിതാ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിലകപ്പെടുന്നത് വരെ എനിക്ക് വഞ്ചിയുമായി ഇങ്ങനെ യാത്ര തുടർന്നേ പറ്റൂ. 2 വർഷങ്ങൾക്കിപ്പുറം 2026 ഒരു ശനിയാഴ്ച രാത്രി സലീം കുമാറിൻ്റെ ആ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ജെയ്സൺ 56ാമത്തെ പിറന്നാൾ സദ്യ ഉണ്ണുന്നതിന് മുൻപേ സലീം കുമാർ എന്ന മഹാനടൻ, അസാധ്യ നടൻ നമ്മളെ വിട്ട് പിരിയുകയാണ്. ജെയ്സൺ, യാതൊരു സംശയമില്ല, അകാലത്തിലെ മരണം എന്ന് തന്നെ പറയേണ്ടി വരും. 56ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു കലാകാരനായിരുന്നില്ല സലീം കുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ജീവിതത്തെ എത്ര നിസ്സാരമായാണ് കണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും അദ്ദേഹം എത്ര നിസ്സാരമായി, എത്ര ലളിതമായാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അദ്ദേഹം ഓരോ പടവുകളും കയറുമ്പോഴും അതിൽ അനുഭവിക്കേണ്ടി വരുന്ന തിക്തമായ അനുഭവങ്ങൾ അത് തൻ്റെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റി, തൻ്റെ ഭാവിയിലേക്കുള്ള ഈടുവെപ്പുകളാക്കി മാറ്റി അദ്ദേഹം മുന്നോട്ട് പോയി. മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത് ജീവിതത്തെ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും അപ്പുറത്തേക്ക് ജീവിതത്തെ നിങ്ങൾ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമില്ല. ലളിതമായി ജീവിതത്തെ സമീപിക്കുക, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ അത് അനുഭവങ്ങളാക്കി മാറ്റുക, ആ അനുഭവങ്ങളെ ജീവിതത്തെ മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപാതകളാക്കി മാറ്റുക എന്ന ഏറ്റവും വലിയ തിരിച്ചറിവും ഏറ്റവും വലിയ അനുഭവവും അറിവുമാണ് സത്യത്തിൽ സലീം കുമാർ നൽകി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് തിരിച്ചറിയാനാകും. ഓരോ ലളിതമായ വാക്കുകളിലൂടെയും ഓരോ തമാശകളിലൂടെയും താൻ ഏത് വഴിയിലൂടെയാണ് കടന്നു വന്നത്, അതിൽ നിന്നും ഊർജ്ജം സംഭരിച്ചുകൊണ്ടാണ് താൻ ഓരോ കഥാപാത്രത്തെയും ആവാഹിക്കുന്നത് എന്ന് വ്യക്തമായ തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നുള്ള അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളിലും ഉണ്ടായിരുന്നത്. സത്യത്തിൽ അദ്ദേഹം വിടവാങ്ങേണ്ട ഈ സമയത്ത് അകാലത്തിൽ പൊലിയേണ്ട ഒരു കലാകാരനായിരുന്നില്ല. മലയാള സിനിമയ്ക്ക് ഇനിയുമേറെ സംഭാവനകൾ ചെയ്യേണ്ട ഒരു കലാകാരനെയാണ്. ഒരു രാഷ്ട്രീയ നിലപാടുകളെ കാര്യത്തിൽ നാം പലതവണ ആവർത്തിച്ചാണ്. യാതൊരു അർത്ഥശങ്കയ്ക്കിടയും ഇല്ലാതെ അതിൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ആ എതിർപ്പുകളെ ഒന്നും വകവയ്ക്കാതെ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ തയ്യാറായ വ്യക്തിയായിരുന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലെ കലാകാരന്മാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തൻ്റെ നിലപാടുകൾ പരസ്യമായി തുറന്നു പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന നഷ്ടം, ആ നഷ്ടം കണക്ക് കൂട്ടി മാത്രം പ്രതികരിച്ചിരുന്ന ഒരു കാലത്താണ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും തൻ്റെ അഭിപ്രായങ്ങളും സമൂഹത്തിൽ കാണുന്ന തെറ്റുകളും അതെത്ര വലിയ ഉന്നതം ചെയ്താലും അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടവും കാണിച്ച ഒരു അതുല്യനായ ഒരു കലാകാരനെയാണ് സത്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് പോയ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് ചിരിക്കാൻ മാത്രമല്ല ചിന്തിക്കാനും ആ അനുഭവങ്ങളിലൂടെ, ആ ചിന്തകളിലൂടെ പുതിയ അനുഭവങ്ങളിലും പുതിയ ജീവിതത്തിലേക്കും കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സന്ദേശം നൽകുന്ന നിരവധി സിനിമകൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ലോഫിംഗ് വില്ലയിൽ അദ്ദേഹം ഇപ്പോൾ നിശബ്ദനായി ചേതനയേറ്റ ശരീരം ചിരിക്കാതെ അദ്ദേഹം ആദ്യമായി ഒരു പക്ഷെ കടന്നു വന്ന ഒരു ദിവസമായിരിക്കും ഇതെന്നാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്താണ് അദ്ദേഹത്തിന് ചിതയൊരുക്കുന്നത്. നേരത്തെ തന്നെ കനത്ത മഴ, ഇപ്പോൾ മഴ വിട്ടുനിൽക്കുന്നു എന്നതൊരു ആശ്വാസമാണ്. രാവിലെ പിടിച്ച കനത്ത മഴയിലും അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു നിരവധി പേരാണ്. ഈ നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കലാകാരന്മാരുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ നെഞ്ചേറ്റിയവരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ ലോഫിംഗ് വില്ലയിൽ എത്തിയിരിക്കുന്നു. ഈ ലോഫിംഗ് വില്ലയിൽ ഇത്രയധികം ആളുകൾ എത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചിലത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതുകൊണ്ടാണ് ജെയ്സൺ. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയ നിലപാടുകളുടെ ഒക്കെ കാര്യം പറയുന്നു. അതിനേക്കാളും ഉപരി ഒരുപാട് മാതൃകയായിട്ടുള്ള അദ്ദേഹത്തിൻ്റേത് മാത്രമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ചിരിയിൽ പൊതിഞ്ഞുകൊണ്ട് വലിയ സത്യങ്ങൾ തുറന്നടിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് സലീം കുമാർ. പേര് കേട്ട് ജാതി തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ ഒരിക്കൽ മുഖത്ത് നോക്കി ജാതി ചോദിച്ചപ്പോൾ സലീം നൽകിയൊരു മറുപടി ഇതായിരുന്നു: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്.
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, അത് പറയരുത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണത്. ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ജാതി എന്ന് തിരിച്ച് ആ വ്യക്തിയോട് ചോദിച്ച് ആ വ്യക്തിയെ തിരുത്തി നല്ലൊരു ചിന്ത അദ്ദേഹത്തിന് സമ്മാനിച്ച കാര്യം പുറത്ത് അഭിമാനത്തോടു കൂടി പറയുകയും ആ നല്ല ചിന്ത ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സലീം കുമാർ വിട പറയുകയാണ്. 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കും. ധാരാളം ആളുകൾ അവിടേക്ക് ഇപ്പോഴും അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തുകയാണ്. നമുക്ക്